കാർഷിക വാർത്തകൾ. ഏലം വിലയിൽ വർധന. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഡിമാൻഡ് ഉയരുന്നത് കർഷകർക്ക് നേട്ടമാകും. മണ്ഡലകാലം കഴിഞ്ഞതോടെ നാളികേരത്തിന് ആവശ്യം കുറഞ്ഞു. പ്രതീക്ഷ വിടാതെ റബ്ബർ, കുരുമുളക് വിപണികൾ. ഏലക്ക വിലയിൽ നേരിയ ചാഞ്ചാട്ടങ്ങൾ ഇന്നലെ നടന്ന ആദ്യ ലേലത്തിൽ ദൃശ്യമായെങ്കിലും രണ്ടാം ലേലത്തിൽ ഉൽപ്പന്നം കിലോ 3000 രൂപയ്ക്ക് മുകളിൽ ഇടം പിടിച്ചു. ശരാശരി ഇനം ഏലയ്ക്ക 3040 രൂപയായി ഉയർന്നു. ആഭ്യന്തര വാങ്ങലുകാരും കയറ്റുമതിക്കാരും ഉൽപാദന ലേലത്തിൽ സജീവമായിരുന്നു. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3530 രൂപയിൽ കൈമാറ്റം നടന്നു. മൊത്തം 51,410 കിലോ ഏലക്കയുടെ ഇടപാടുകൾ നടന്നു. ഇതിനിടയിൽ പകൽ താപനില ഗണ്യമായി ഉയരുന്നത് ഏലം ഉൽപാദകരെ സമ്മർദ്ദത്തിലാക്കി. മഴയുടെ അഭാവം തുടർന്നാൽ ഫെബ്രുവരി ആദ്യ പകുതിയിൽ ഉൽപാദകർ തോട്ടങ്ങളിൽ നിന്നും പിന്തിരിയാൻ നിർബന്ധിതരാകും. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ഈസ്റ്റർ മുന്നിൽ കണ്ടുള്ള ചരക്ക് സംഭരണമാണ് പുരോഗമിക്കുന്നത്. നാളികേരോൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങുന്നു. മണ്ഡലകാലം കഴിഞ്ഞതോടെ നാളികേരത്തിന് ആവശ്യം കുറഞ്ഞതിനാൽ ചെറുകിട വിപണികളിൽ പച്ചത്തേങ്ങ വരവ് ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് കൊപ്രയാട്ട് മില്ലുകാർ. കേരളത്തിലും തമിഴ്നാട്ടിലും വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ മാറ്റമില്ല. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികളും സംസ്ഥാനത്തെ പ്രമുഖ റബ്ബർ മാർക്കറ്റുകളിൽ സജീവമെങ്കിലും വില ഉയർത്തി ഷീറ്റ് ശേഖരിക്കാൻ അവർ താൽപര്യം കാണിച്ചില്ല. രാജ്യാന്തര റബ്ബർ വില ഇന്ന് നേരിയ റേഞ്ചിൽ നീങ്ങി. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ 89 രൂപയിലും ലാറ്റക്സ് 130 രൂപയിലുമാണ്. ഉത്തരേന്ത്യൻ വ്യാപാരികളുടെ ആവശ്യാനുസരണം നാടൻ കുരുമുളക് ശേഖരിക്കാനായില്ല. അന്താരാഷ്ട്ര മാർക്കറ്റിൽ മറ്റു ഉൽപാദക രാജ്യങ്ങൾ നിരക്കുയർത്തുമെന്നതിനാൽ ആഭ്യന്തര വിലയിൽ തിരിച്ചുവരവ് അനുഭവപ്പെടുമെന്ന് ഇടപാടുകാർ. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 63,900 രൂപയാണ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ 7ാമത്തെ വലിയ കാപ്പി ഉൽപാദക രാജ്യമാണ് ഇന്ത്യയെന്ന കേന്ദ്ര സർക്കാർ. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ $1.29 ബില്യൺ കാപ്പിയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ $1.29 ബില്യൺ കാപ്പി കയറ്റുമതി ചെയ്തതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 7ാമത്തെ വലിയ കാപ്പി ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറി. ഈ വർഷം ജനുവരിയുടെ ആദ്യ പകുതിയിൽ ഇന്ത്യ 9,300 ടണ്ണിലധികം കാപ്പി കയറ്റുമതി ചെയ്തു. ഇറ്റലി, ബെൽജിയം, റഷ്യ എന്നീ രാജ്യങ്ങളാണ് മുൻനിര വാങ്ങലുകാർ. കാപ്പി വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിനായി വിളവ് മെച്ചപ്പെടുത്തുന്നതിലും കൃഷി വികസിപ്പിക്കുന്നതിലും സംയോജിത കാപ്പി വികസന പദ്ധതി കേന്ദ്രീകരിക്കുന്നു. 2023 ആഭ്യന്തര ഉപഭോഗം 91,000 ടണ്ണായി ഉയർന്നു. ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിന്റെ ഏകദേശം 3/4 ഭാഗവും അറബിക്ക, റോബസ്റ്റ ബീൻസ് എന്നിവയാണ്. ഇവ പ്രധാനമായും വറുക്കാത്ത ബീൻസായിട്ടാണ് കയറ്റുമതി ചെയ്യുന്നത്. 2022-23 കണക്കുകൾ പ്രകാരം 2,48,020 മില്യൺ ടൺ ഉൽപാദനവുമായി കർണാടക മുന്നിലാണ്. തൊട്ടുപിന്നിൽ കേരളവും തമിഴ്നാടുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണി വിപുലീകരണവുമായി ഹാറ്റ്സൺ അഗ്രോ 233 കോടി രൂപയ്ക്ക് മിൽക്ക് മന്ത്ര ഏറ്റെടുത്തുകൊണ്ട് വടക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള വിപണി പ്രവേശനം സാധ്യമാക്കിയിരിക്കുകയാണ് ഹാറ്റ്സൺ അഗ്രോ. ഒഡീഷയിലെ ഭുവനേശ്വർ ആസ്ഥാനമായുള്ള മിൽക്ക് മന്ത്ര ഏറ്റെടുത്ത് ഹാറ്റ്സൺ അഗ്രോ വിപണി വിപുലീകരണം നടത്തിയിരിക്കുകയാണ്. 233 കോടി രൂപയ്ക്കാണ് ഇടപാട്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്ഷീരമേഖലയിൽ നിന്നുള്ള ഏറ്റെടുക്കലെന്ന് ഹാറ്റ്സൺ അഗ്രോ ചെയർമാൻ ചന്ദ്രമോഹൻ പറഞ്ഞു. 2013 ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ജ്യോതി ഡയറി പ്രൈവറ്റ് ലിമിറ്റഡിനെയാണ് അവസാനമായി ഏറ്റെടുത്തത്. ഏറ്റെടുക്കൽ പൂർത്തിയാകുന്നതോടെ ഹാറ്റ്സൺ അഗ്രോയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായി മിൽക്ക് മന്ത്ര മാറും. മിൽക്ക് മന്ത്ര ഡയറി ഒഡീഷയിൽ മിൽക്കി മൂ എന്ന ബ്രാൻഡിനു കീഴിൽ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നു. 2023-24 കമ്പനി 276 കോടി വരുമാനം നേടിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിപണികളും പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയാണ് ഏറ്റെടുക്കലിലൂടെയുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തുവരപ്പരിപ്പിന്റെ സൗജന്യ ഇറക്കുമതി 1 വർഷത്തേക്ക് കൂടി നീട്ടി. നിലവിൽ ഈ വർഷം മാർച്ച് 31 വരെയായിരുന്നു കാലാവധി. തുവരപ്പരിപ്പിന്റെ സൗജന്യ ഇറക്കുമതി 2026 മാർച്ച് 31 വരെ സർക്കാർ നീട്ടിയിരിക്കുകയാണ്. കർണാടക, മഹാരാഷ്ട്ര എന്നീ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളിൽ തുവരപ്പരിപ്പിന്റെ വിളവെടുപ്പ് നടന്നുവരികയാണ്. പുതിയ സ്റ്റോക്കുകൾ വന്നു തുടങ്ങുന്നതോടെ വില കുറഞ്ഞു. നിലവിൽ താങ്ങുവിലയ്ക്ക് താഴെയാണ് തുവരപ്പരിപ്പിന്റെ വില. ഈ വർഷം ഖാരിഫ് സീസണിൽ കിൻഡലിന് 7,050 രൂപയാണ് കേന്ദ്രം താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്തവണ ഉൽപാദനം 35.02 ലക്ഷം ടൺ എത്തുമെന്നാണ് പ്രവചനം. കഴിഞ്ഞ വർഷം 34.17 ലക്ഷം ടൺ തുവരപ്പരിപ്പാണ് ഉൽപ്പാദിപ്പിച്ചത്. കഴിഞ്ഞ വർഷം പരിപ്പ്, ഉഴുന്ന്, കടല തുടങ്ങിയ പയർവർഗ്ഗങ്ങളുടെ ലഭ്യതയിലുണ്ടായ കുറവ് വില കുതിച്ചുയരാൻ കാരണമായി. ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി തുവര, ഉഴുന്ന് എന്നിവയുടെ തീരുവരഹിത ഇറക്കുമതി നയം സർക്കാർ ഈ മാർച്ച് 31 വരെ നീട്ടിയിരുന്നു. തീരുവരഹിത ഇറക്കുമതിയിലെ ഏറ്റവും പുതിയ പരിഷ്കരണം കൂടുതൽ വിതരണവും താങ്ങാവുന്ന വിലയും വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ആറാമത് അന്താരാഷ്ട്ര മില്ലറ്റ് ഫെസ്റ്റിവൽ ഈ മാസം 23 മുതൽ ബംഗളൂരുവിൽ നടക്കും. 3 ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുക. 300-ലധികം മില്ലറ്റ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ സംസ്കരണക്കാരും നിർമ്മാതാക്കളും കർഷക ഉൽപാദക സംഘടനകളും പരിപാടിയുടെ ഭാഗമാകും. ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, സ്പെയിൻ, ഓസ്ട്രേലിയ, കെനിയ, ടാൻസാനിയ, ഇറ്റലി, ഇംഗ്ലണ്ട് എന്നിവയുൾപ്പെടെ 10-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും മില്ലറ്റ് ഫെസ്റ്റിന്റെ ഭാഗമാകും. കാർഷിക പരിസ്ഥിതിയിലൂടെ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളുടെ പരിവർത്തനം എന്ന വിഷയത്തിൽ ചർച്ചകൾ നടക്കും. 2017 അന്താരാഷ്ട്ര മില്ലറ്റ് ഫെസ്റ്റിവലിന്റെ ആദ്യ പതിപ്പ് നടന്നത്. പോഷകാഹാര ധാന്യങ്ങളുടെ പ്രധാന ഉൽപാദന സംസ്ഥാനമായതിനാൽ കർണാടകയിലാണ് ആദ്യ പതിപ്പ് നടന്നത്. കർണാടകയിൽ 18.37 ലക്ഷം ഹെക്ടറിൽ മില്ലറ്റ് കൃഷി ചെയ്യുന്നുണ്ട്. റാഗി, ജോവർ, ബജ്ര എന്നിവയാണ് സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന പ്രധാന മില്ലറ്റുകൾ. റാഗി 8.27 ലക്ഷം ഹെക്ടറിലും ജോവർ 8.11 ലക്ഷം ഹെക്ടറിലും ബജ്ര 1.68 ലക്ഷം ഹെക്ടറിലും കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 140, ജാതിക്ക 370, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 240, കൊക്കോ പരിപ്പ് 690, കുരുമുളക് ഗാർബിൾ 65,900, കുരുമുളക് അൺഗാർബിൾ 63,900, ഏലക്ക 2,900 മുതൽ 3,000 വരെ, വെളിച്ചെണ്ണ 22,700, കൊപ്ര 17,300, ചുക്ക് 32,500.